സാരീസ് ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും കൺഫ്യൂഷനിലാണ്. ഏത് കളറായിരിക്കും ഇഷ്ടം തോന്നുന്നത്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് സാരി മേടിക്കണം, ഏത് ഫംഗ്ഷൻ എങ്ങനെ ഉടുക്കണം, എങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങണം എന്നൊക്കെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് വരാറുണ്ട് നമുക്ക് എല്ലാവർക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ട്രൈ ചെയ്യാനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസ് നല്ലൊരു ഓപ്ഷനാണ്. ഇന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വന്നേക്കുന്ന എന്നാൽ പ്യുവർ കത്താൻ സാരീസിനോട് സിമിലറായിട്ട് നിൽക്കുന്ന ഒരു സാരിയുടെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു കളക്ഷൻ ഡിഫറെൻ്റായിട്ട് നിൽക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാവഞ്ചി ഇൻസ്പയർഡ് ആയിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ്, അതായത് എഡ്ജിൻ്റെ പോർഷനിൽ ത്രെഡ് മാത്രമല്ലാതെ ജെറിയും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന വീവിങ് പാറ്റേൺ, ബോർഡറിനകത്ത് കോൺട്രാസ്റ്റ് കളർ നിന്നുകൊണ്ടുള്ള സാറ്റിൻ വീവിങ് പാറ്റേൺ, പിന്നെ ആൻറ്റിക് ജെറിയിൽ വന്നേക്കുന്ന ബനാറസി വീവിങ് ബോർഡേഴ്സ്, ഇത്രയും ഡീറ്റെയിൽസ് വന്നിട്ടുള്ളൊരു സാരിയാണ്. എന്നാൽ സാരിയുടെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിൽക്കിൻ്റെ ആ ഒരു ഫിനിഷ്, സെമി സിൽക്ക് സാരീസിലൊക്കെ വരുന്ന അതേ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഉടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു കാഞ്ചീപുരം അല്ലെങ്കിൽ പ്യുവർ ബനാറസി കത്താൻ സാരീസിൻ്റെയൊക്കെ അതേ ഫീലോട് കൂടി വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. ആൻഡ് ഇതിനകത്ത് നല്ല നല്ല കളേഴ്സുമാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ഗ്രേ ഷെയ്ഡാണ്. സെക്കൻഡ് കളർ വന്നേക്കുന്നത് മസ്റ്റേർഡ് ബ്രൗൺ, അതായത് നല്ല മസ്റ്റേർഡ് കളറാണ്. പിന്നെ വന്നേക്കുന്നത് നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന ഗ്രീൻ ഷെയ്ഡ്, പിന്നെ വരുന്നത് ജെറ്റ് ബ്ലാക്ക് കളർ. ഈ സാരീസ് എല്ലാം ഉണ്ടല്ലോ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. പിന്നെ വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. നമ്മുടെ കയ്യിൽ ആൻറ്റിക് ബ്രൊക്കേഡിൻ്റെ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ, പിങ്ക് കളറിൻ്റെ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ, റെഡ് കളറിലെ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് സ്റ്റൈലിംഗ് ചെയ്ത് വെയർ ചെയ്യാനായിട്ട് പെട്ടെന്ന് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാരിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പല്ലുവാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് എങ്ങനെയായിരിക്കും വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് റെഡ് കളറിലാണ് കേട്ടോ. സിൽക്ക് ഫിനിഷ്ഡ് ആയത് കാരണം തന്നെ നല്ലൊരു സ്റ്റൈലിംഗ് ലുക്ക് നമുക്ക് വെയർ ചെയ്യുമ്പം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ബ്ലൗസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് സാരി ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ബോർഡേഴ്സിന് അത്യാവശ്യം അപ്പർ പോർഷനിൽ ആ ഒരു സിമ്പിളായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിങ്ങും, ലോവറിൽ വരുമ്പോൾ നല്ല ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിങ്ങുമാണ്. അടുക്കി കുത്തി കൊടുക്കാനാണെങ്കിലും 1 ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വന്നിരിക്കുന്നത്. പല്ലു ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ പല്ലുവിൻ്റെ പോർഷൻ ആയത് കാരണം തന്നെ നല്ലൊരു റിച്ച് ലുക്കുണ്ട്. ആ ലൈറ്റിങ്ങിൻ്റെ ഒരു ഇച്ചിരി എക്സ്ട്രാ ബ്രൈറ്റ്നെസ്സും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ ഇച്ചിരിയും കൂടി ഒരു സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു ജോമെട്രിക്കൽ പാറ്റേണിൽ നിൽക്കുന്ന വീവിങ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ബോർഡേഴ്സിൽ ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് ഇതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇതാണ് എൻ്റെ ഉൾവശം വരുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് കണ്ടോ, ഗ്രേ ആൻഡ് റെഡ് കോമ്പിനേഷൻ. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളത് ഇത് കണ്ടോ, ചുട്ടി പാറ്റേൺ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ബനാറസി പ്യുവർ ഹാൻഡ് വോവൺ ബനാറസി സാരീസിൽ സാധാരണയായിട്ട് കാണുന്നതാണ്. പവർലൂമിലാണെങ്കിലും നമ്മളത് റിക്രിയേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ്. ആ ഒരു ബനാറസി ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം പവർലൂം സാരികളാണ്. ലൂപ്പ് നമുക്ക് ഉൾവശത്തുണ്ടായിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ ഫസ്റ്റ് കളർ. ഡ്രൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഉറപ്പായിട്ടും വെബ്സൈറ്റിലുണ്ടാകും. വെബ്സൈറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഒന്ന് ഗസ് ചെയ്തേക്കണം കേട്ടോ. 1799 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ആ ഒരു പ്രൈസിങ്ങിൽ ഈ ഒരു ഓപ്ഷൻ നല്ലതാണ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പം ഒരു സേവ് ദ ഡേറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദാവണി സ്റ്റൈലിൽ വെയർ ചെയ്യാനാണെങ്കിലൊക്കെ നല്ല ഓപ്ഷനാണ്. ഇപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഓർക്കുമായിരുന്നു, മറ്റേ ആൽമര ഒക്കെ ഉള്ള അമ്പലത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്നിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്താൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട്, അല്ലേ? ആ ഒരു ട്രഡീഷണൽ ചെറിയൊരു പഫൊക്കെ കൊടുത്തിട്ടുള്ള സ്ലീവ്, ഒത്തിരി പഫല്ല, ചെറുതായിട്ടുള്ളൊരു പഫൊക്കെ കൊടുത്തിട്ടുള്ളൊരു സ്ലീവും, നല്ല ധാവണി സ്റ്റൈലിൽ ഫുള്ളായിട്ട് സ്കേർട്ടിൻ്റെ പോലെ പ്ലീറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ടായിട്ടൊക്കെ കൊടുത്ത് ഒക്കെ ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പം നെക്സ്റ്റ് കളർ ബ്രൗൺ ചേർന്നിട്ടുള്ള മസ്റ്റേർഡ് ടോണാണ്. അതും ഇതേ പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത്. ലുക്ക് ഇങ്ങനെ വരും. അപ്പർ പോർഷനിൽ സിമ്പിളായിട്ട് നിൽക്കുന്ന ബോർഡറാണ്, ലോവറിലാണ് ബ്രോഡായിട്ട് നിൽക്കുന്ന ബോർഡർ വന്നിരിക്കുന്നത്. അപ്പറിൽ ജോമെട്രിക്കൽ പാറ്റേണിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. ലോവറിൽ വരുമ്പോഴാണ് എൻ്റെ ഫ്ലോറൽ ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ പല്ലുവിൻ്റെ ലുക്ക്. പല്ലുവും ആ ഒരു റെഡിഷ് പിങ്ക് ടോണിൽ, പിങ്കും റെഡും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് പീസ് ആ ഒരു റെഡ് ഷെയ്ഡിൽ ആണ് ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ കളറാണ്. ബോട്ടിൽ ഗ്രീൻ കളറിലും ഇതേ ലുക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. റെഡ് തന്നെയാണ് അതിൻ്റെയും പല്ലു വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും പല്ലുവിൻ്റെ പോർഷൻ റെഡ് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ ആയത് കാരണം തന്നെ നല്ല
നല്ല ഭംഗിയിലാട്ടോ നിൽക്കുന്നത് ബോട്ടിൽ ഗ്രീൻ. ക്ലോസറിലൊന്ന് കാണിച്ചു കൊടുക്കണേ, ഈ ബോർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ക്ലോസറിൽ കാണിച്ചു കൊടുക്കണേ. കണ്ടോ, നല്ല എലിഗൻ്റ് ആയിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. 1 ലെയർ ഇട്ട് ഉടുക്കുവാണെങ്കിലും അടുക്കി കുത്തി ഉടുക്കുവാണെങ്കിലും നമ്മുടെ ചെട്ടിനാടൻ ജ്വല്ലറീസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ മുല്ലമൊട്ട് മാലകളുടെ കൂടെയൊക്കെ പെയർ ചെയ്താലും ഭയങ്കര. പിന്നെ കുന്തൻസും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക്. ആൻഡ് പല്ലു വിത്ത് ബ്ലൗസ്. ഡബിൾ ബോർഡർ ചെയ്തിട്ടൊക്കെയുള്ള ബ്ലൗസസൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കണ്ടില്ലേ, പ്ലീറ്റഡ് ആയിട്ടുള്ള പഫ് കൊടുത്തിട്ട് ഡബിൾ ബോർഡേഴ്സ്, നല്ല രസമായിരിക്കും. നെക്സ്റ്റ് വൺ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് കളറിൻ്റെ കൂടെ റെഡ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ, ചുട്ടി ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് 3 പേസ്ലീസ് ആട്ടോ വന്നേക്കുന്നത്. ചുട്ടിക്കകത്ത് വന്നേക്കുന്നത് 3 പേസ്ലി, ഒരു ലോങ് പേസ്ലി വിത്ത് ഫ്ലവർ, അതിനകത്ത് 2 ചെറിയ പേസ്ലീസ്. ഇതിൻ്റെ എല്ലാം ജെറി യൂസ് ചെയ്തേക്കുന്നത് ആൻറ്റിക്കാണ്. അത് കാരണം തന്നെ ഒട്ടും ഭയങ്കര ബ്രൈറ്റ് ആയിട്ടും ഫ്ലാഷി ആയിട്ടും നിൽക്കുന്ന ലുക്കിലല്ല അതിൻ്റെ ബോർഡേഴ്സ് വന്നേക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ നെക്സ്റ്റ് സാരി ബ്ലാക്ക്. ഇപ്പം ഏത് സാരി ഇതിൽ നിന്ന് പിക്ക് ചെയ്യണമെന്ന് മൊത്തത്തിൽ കണ്ടവർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് തോന്നുന്നു. ഓരോന്നും അതിൻ്റേതായ ഭംഗിയാണ്. നമ്മുടെ വാർഡ്രോബിൽ ഇല്ലാത്ത കളർ ഏതാണെന്ന് നോക്കുക, അതിനനുസരിച്ച് പർച്ചേസ് ചെയ്യുക. ബ്ലാക്ക് കളറിനകത്ത് പിങ്കും റെഡും കോമ്പിനേഷനിലാണ് എൻ്റെ. എല്ലാത്തിൻ്റെയും ബോർഡേഴ്സും ഇത് സെയിം ആണ്, ബ്ലൗസും പല്ലും എല്ലാം സെയിം ആണ്. ഒൺലി തിങ് ബേസ് കളേഴ്സ് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളതാണ് എൻ്റെ സാരിയുടെ ലുക്ക്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നേവി ബ്ലൂ കളറാണ്. നേവി ബ്ലൂവും ഇതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. കോമ്പിനേഷൻ വൈസ് സെയിം കോമ്പിനേഷൻ. പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനൊരു എലിഗൻറ്റ് പീസ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് എൻ്റെ വീവിങ് സ്റ്റൈലെല്ലാം വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ സാരീസിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേഗം നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. www.aham.store. JDS എന്ന കോഡിൽ 1799 പ്രൈസ് റേഞ്ചിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 899 റേഞ്ചിൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ വന്നേക്കുന്ന സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കുർത്ത, ബ്ലെൻഡഡ് കോട്ടൺ മെറ്റീരിയൽ വിത്ത് ലൈനിങ്, സൈഡ് സ്ലിറ്റഡ് പാറ്റേണും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രിൻസസ് കട്ട് 3 പാനൽ ലുക്കും കൂടെ കൊടുത്ത് ചെയ്തേക്കുന്നത്. നമുക്കിത് ഇറ്റ്സ് എ ഗ്രേ ഷെയ്ഡ് ഫസ്റ്റ് ഓഫ് ഓൾ, സോ ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. നമുക്ക് ഏത് കോമ്പിനേഷൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. ഈവൻ നമുക്ക് പുതുപ്പട്ടാസിൻ്റെ കൂടെ പെയർ ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ഒരു കാഷ്വൽ ഫീലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതും ഡെയിലി വെയർ ആയിട്ടുള്ളതും കംഫർട്ട് ഫിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കത് 9 to 5 വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. ഈവൻ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിലോ വർക്കിംഗ് വിമണിനോ ഇത് നമുക്കൊരു ഏജ് ബാരിയർ ഇല്ലാണ്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെരി കംഫർട്ടബിൾ കുർത്ത നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്റ്റോഴ്സിലും വന്നിട്ടുണ്ട്. അപ്പം ഈ നമുക്ക് എന്താ പറയുക, ഭയങ്കര കാഷ്വൽ ആയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഒക്കെ ഇനി വരുമ്പോഴത്തേക്കൊക്കെ മോസ്റ്റ് ഓഫ് us വിൽ ബി പ്രിപ്പയറിങ്, അസല പഠിക്കുന്നവരാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് യു വിൽ ഹാവ് എ ന്യൂ സെറ്റ് ഓഫ് ക്ലോത്ത്സ്, അല്ലെങ്കിൽ വി ആർ ഓൾ എക്സൈറ്റഡ് ഫോർ സർട്ടൻ തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് വെയർ ചെയ്യാനും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലുക്കും ഇതേപോലെ എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. ആൻഡ് ഈ ഒരു പ്രിൻസസ് കട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു കുറച്ചും കൂടി ഒരു ഷേപ്പൊക്കെ തോന്നുന്ന രീതിയിൽ നമുക്ക് തന്നെ വെയർ ചെയ്യാൻ പറ്റും. ഇൻ കേസ് കുറച്ചൊന്ന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഓൾട്ടർ ചെയ്തെടുക്കാൻ പറ്റുന്ന കളക്ഷനാണ്. നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ദിസ് റിയലി നൈസ് ഡീറ്റെയിൽ ഓഫ് ദ സ്ലീവ്. ഒരു പാച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ട് അതൊരു ഷേപ്പ് ആണ് ചെയ്തേക്കുന്നത്. ഒരു വി സ്ലിറ്റ് ഓപ്പണിങ് ആൻഡ് പോട്ട്ലി ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ലോറിയിൽ നിന്ന് വരുന്ന ഒരു പാനലിൻ്റെ അകത്താണ് ഒരു പോട്ട്ലി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് റൗണ്ട് നെക്ക് പാനൽ, സെയിം തിങ് അറ്റ് ദി സെൻറ്റർ പോർഷൻ ഓൾസോ. നെക്കിൻ്റെ സെൻറ്ററിലും. ഇത് പക്ഷേ ഫങ്ഷണലൊന്നും അല്ല, ജസ്റ്റ് ഒരു ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡ് സ്ലിറ്റ് വിത്ത് ലൈനിങ് ആണ്, കോട്ടൺ ലൈനിങ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ എഡ്ജിലും നമുക്ക് ഒരു കോട്ടൺ ക്രൂഷ്യ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതൊരു മിലാഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഗ്രേ ആണെന്നെങ്കിലും അതിനകത്ത് വൈറ്റ് വന്നിട്ടില്ല, പക്ഷെ ബ്ലാക്കും ആ ഒരു ഇങ്ങനെ നമുക്ക് ആ ഒരു ബ്ലാക്ക് കൂടുതൽ സ്ലബ്സ് ആയിട്ടുള്ള ഒരു ഫീൽ ചെറുതായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ്. സ്ലബ് മെറ്റീരിയൽ ആണ്. ക്ലോസർ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് യു കെൻ സീ ദി സ്ലബ് ലൈൻസ് ഇൻ ദിസ് വൺ. 899 റേഞ്ചിൽ SV 262 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ബാക്കും സിംഗിൾ പാനലായിട്ടാണ് വന്നിരിക്കുന്നത്. Very comfortable. You can wear it with blacks, pinks, and all those shades that goes along with grey. There are a lot of options. SV 262. ഓർഗൻസ സാരീസ്. ഓർഗൻസ സാരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി റേഞ്ചിൽ നമുക്ക് ഓർഗൻസ സാരീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വിസ്കോസ് ഓർഗൻസ എന്നും പ്യുവർ ഓർഗൻസ എന്നും കാഞ്ചി ഓർഗൻസ എന്നും ഒക്കെ പറഞ്ഞു.
അപ്പം മൾബറി യാൺസ് വെച്ച് ചെയ്തെടുക്കുന്ന ഓർഗൻസയാണ് ഏറ്റവും പ്യുവറായിട്ട് വന്നേക്കുന്ന ഓർഗൻസ. അപ്പം കാഞ്ചി ഓർഗൻസ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്, മൾബറി യാൺസ് വെച്ച് തന്നെയാണ് നമ്മുടെ കാഞ്ചീപുരം ചെയ്തെടുക്കുന്നത്. അതുപോലത്തെ സിൽക്ക് ഓർഗൻസ ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഒരു ബനാറസി സാരിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, അതായത് ഡാർക്ക് പാലറ്റിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഈ കളേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഏത് കളർ കോമ്പിനേഷൻ ഉള്ളവർക്കും സ്റ്റൈലിംഗ് ചെയ്ത് വെയർ ചെയ്യാനായിട്ട് ഡയമണ്ട് സെറ്റ്സിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് നോർമലി നമ്മൾ ബനാറസി സാരീസിൽ കാണുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു കളർ പാലറ്റാണ്. സാധാരണ ബ്രൈറ്റ് ഷെയ്ഡ്സും ഒക്കെയല്ലേ വന്നേക്കുന്നത്. ഇതിനകത്ത് ആ ബനാറസി ഗോൾഡൻ കളറിൻ്റെ കൂടെ തന്നെ ബ്രൗൺ കളറിലെ ത്രെഡും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ സാരീസ് വീവ് ചെയ്തെടുത്തിരിക്കുന്നത്, ജെറിയും രേഷവും. പിന്നെ പ്യുവർ ബനാറസി സാരീസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ വീവ് ചെയ്തെടുക്കുമ്പോൾ ഇത് കണ്ട് ഈ 4 കുത്തുകൾ അടുപ്പിച്ചടുപ്പിച്ച് ഈക്വൽ ക്ലോസറിലൊന്ന് കാണിക്കണേ, കണ്ടോ ഈ ഒരു കുത്ത് കണ്ടോ, ഇങ്ങനത്തെ 4 കുത്തുകൾ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് എല്ലാ ഭാഗത്തും സാരിയിലുണ്ടാവും. അതൊരു ഫ്രെയിമിൻ്റെ വട്ടമാണ്. നമ്മളിങ്ങനെ ഒരു തടിയിലോട്ടാണല്ലോ വീവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ലൂമിൻ്റെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് വരുന്നത് ഇതാണ്. അപ്പം അങ്ങനെ വരുന്ന പ്യുവറായിട്ട് ഹാൻഡ്ലൂം സാരീസിൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഈ പഞ്ചിങ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിൻ്റെ ബോർഡറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ക്ലോസറിൽ നോക്കി. ടെമ്പിൾ ബോർഡറുണ്ട്, ഗുങ്കുറു, നമ്മുടെ പോൾക്കാ ഡോട്ട്സ് പോലെ കുഞ്ഞായിട്ടുള്ള ഡിസൈൻ, ട്രഡീഷണൽ ആയിട്ടുള്ള ബനാറസി ജാൽ പാറ്റേൺസ്, ഡയഗണൽ വീവ്, സിഗ്സാഗ് വീവ്, ലെഹർ വീവ്, അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഫിനിഷിങ് ഫുള്ളായിട്ട് പോയേക്കുന്നത്. അപ്പറിലും ലോവറിലും 2 വീതിയിലുള്ള സാരീസാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത്, ഇതെല്ലാം പ്യുവർ ഹാൻഡ്ലൂം സാരീസാണ്, ഒത്തിരി ടൈം ഫ്രെയിം എടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. BHH 122 എന്ന കോഡിലാണ് ഈ സാരീസ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. BHH 122 ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 9199 ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഈ സാരി ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല ഭംഗിയുള്ള കളർ പാലറ്റ് ആണ് കേട്ടോ, അതാണ് എൻ്റെ ഏറ്റവും രസം എന്ന് പറയുന്നത്. ഈവനിങ് ഫംഗ്ഷൻ ആണെങ്കിലും ഡേ ലൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് സ്റ്റൈലിംഗ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസും നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി വരുന്നത് കണ്ടോ. സാരിയുടെ ലുക്ക് ദേ ഇങ്ങനെയാണ് ഫുൾ സാരി വന്നേക്കുന്നത്. നല്ല ഒരു നീറ്റ് ആൻഡ് എലിഗൻറ്റ് കളർ ഷെയ്ഡ്. അപ്പറിലും ലോവറിലും, അപ്പർ പോർഷനിൽ കണ്ടോ ചെറിയൊരു ബോർഡർ ഡീറ്റെയിലിംഗ്, ക്ലോസറിൽ കാണിക്കണേ. അപ്പറിലെ ബോർഡർ ചെറിയൊരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്, ലോവറിലെ ബോർഡറാണ് നമ്മൾ ആ വീതിയുള്ള ബോർഡറായിട്ട് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ബോഡിയിലെ ബൂട്ട കണ്ടോ, ബൂട്ടയും അതേപോലെ തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, ഒരൊറ്റ നൂല് പോലും വലിയത്തില്ലാത്ത രീതിയിൽ ഫുള്ളായിട്ട് ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള വീവിങ് സ്റ്റൈലിലാണ് വന്നേക്കുന്നത്. ഇത് കണ്ടോ ഫുള്ളായിട്ട് റിവേഴ്സ് പോയേക്കാണ്, എൻഡിങ് മാത്രമാണ് കട്ടിങ് വന്നേക്കുന്നത്. അതാണ് ഹാൻഡ്ലൂം സാരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പൊതുവെ എല്ലാവർക്കും ഒരു കൺസേൺ ഉള്ളതെന്ന് വെച്ചാൽ ഓർഗൻസ സാരീസ് നമ്മൾ ഉടുക്കുമ്പം പെട്ടെന്ന് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുമോ, അത് ഉടുക്കാൻ പാടാണോ എന്നൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ പല്ലുമൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പല്ലുവാണ്. പല്ലുവിൻ്റെ എൻഡ് പോർഷനിലാണെങ്കിലും ആ ഒരു ജെറിയും മറ്റതും കൂടെ പിരിഞ്ഞ് വന്നേക്കുന്ന ഒരു ഫീല്. ആൻഡ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇതുപോലത്തെ സ്ട്രൈപ്സ് പാറ്റേണിലാണ്. ഭയങ്കര ഒരു യുണീക്ക് സ്റ്റൈലിംഗ് ചെയ്ത് വെയർ ചെയ്യാനായിട്ട് നല്ല ഓപ്ഷനായിട്ടുള്ളൊരു സാരിയാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് കളർ, ഒരു ബ്രൗണും പിങ്കും കൂടെ മേർജ് ചെയ്ത് നിൽക്കുന്ന കളർ പാലറ്റ്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ്, ക്ലോസറിലൊന്ന് കാണിച്ചു കൊടുക്കണം ഇതിൻ്റെ കളറ് കണ്ടോ, എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറാണ് ആ ഒരു ഒലിവ് ചേർന്ന മെഹന്തി ഗോൾഡൻ കളർ. അതും ഇതേപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. സെയിം വീവിങ് പാറ്റേൺസും സ്റ്റൈൽസും ഒക്കെ തന്നെയാണ് വന്നേക്കുന്നത്. ഇത് BHH 122 തന്നെയാണ് കോഡ് വന്നേക്കുന്നത്. മെഹന്തി ഗ്രീൻ കളറാണ്. BHH 122 കോഡിൽ മെഹന്തി ഗ്രീൻ കളറിലാണ് ഈ സാരിയും വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ സാരിയുടെ കളറ്. ആ ഒരു ഗോൾഡൻ മെഹന്തി കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതുണ്ടോ ഭയങ്കര യുണീക്കായിരിക്കും. നമ്മൾ ഈ സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു യുണീക്ക് ആൻഡ് എലിഗൻറ്റ് ലുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു സാരിയാണ്. ഇതാണ് എൻ്റെ സാരി ഡ്രേപ്പ് ചെയ്ത് വരുമ്പോൾ വരുന്ന ലുക്ക്. 1 ലെയർ ഇട്ട് കൊടുക്കുകയാണെങ്കിലും സിംഗിൾ ലെയർ ഇട്ട് കൊടുക്കുകയാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ഇതിൻ്റെയും ബ്ലൗസ് പീസ് അതേപോലെ തന്നെ വീവിങ് ഡീറ്റെയിലോട് കൂടി വന്നിരിക്കുന്നത്. 2 സൈഡും നമുക്ക് വീവിങ് ആ ടെമ്പിൾ ബോർഡറിൻ്റെ പോർഷനിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ആ വീവിങ്ങിനകത്താണെങ്കിൽ പോലും ഇൻറ്റർഗ്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വീവിങ് ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ കളക്ഷനാണ്, മിസ് ചെയ്യരുത്. അതുപോലത്തെ കളക്ഷൻസ്
എപ്പോഴും നമുക്ക് ഈ ഷെയ്ഡ്സ് ഒന്നും എപ്പോഴും റെഡി ആയിട്ട് അവൈലബിൾ ആയിട്ട് വരാറില്ല. നെക്സ്റ്റ് കളർ പാലറ്റ് കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോവ് ഷെയ്ഡ്, അതും ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. എല്ലാ കളേഴ്സും ഉണ്ടല്ലോ ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഇതിൽ ഏത് കളർ നമ്മൾ പേഴ്സണലി ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. കാരണം ഇതിൻ്റെ കൂടെ ഏത് മാല ഇടും അങ്ങനെയൊക്കെയുള്ള എല്ലാ ഫാക്ടേഴ്സും നമ്മൾ നോക്കുമല്ലോ. ഇതെല്ലാം ഓരോന്നും ഇപ്പം നമുക്ക് അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ ഒരേപോലെ ബ്രദറിൻ്റെ ഫംഗ്ഷനൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് എൻ്റെ തേർഡ് ഷെയ്ഡ്. ഇതിനെല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡേഴ്സ് ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് ബ്രൈറ്റൻ ചെയ്ത് നിൽക്കുന്ന ലുക്കല്ല ഇതിൻ്റെ ബോർഡേഴ്സ്. അതാണ് ഈ ബനാറസി ഈ ഒരു പർട്ടിക്കുലർ സാരി കാറ്റഗറിയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഫാക്ടർ. ഈ സാരി ഞാൻ എന്തിനു മേടിക്കണം, ഇതിൻ്റെ എന്താണ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെറിയും അതുപോലെ തന്നെ ആൻറ്റിക് ജെറിയും അതുപോലെ തന്നെ ബ്രൗൺ സിൽക്ക് ത്രെഡും യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ജെറീസ് എല്ലാം വീവ് ചെയ്തെടുത്തിരിക്കുന്നത്. പ്യുവർ സിൽക്ക് ഓർഗൻസയിലാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് വോവൺ സാരിയാണ്. അപ്പർ പോർഷനിൽ ചെറിയ ബോർഡറും ലോവറിൽ വീതി കൂടിയ ബോർഡറുമാണ് വന്നിരിക്കുന്നത്. ബോഡിയിൽ ബ്ലൗസ് പീസ് ഫുള്ളായിട്ട് വേർട്ടിക്കൽ ലൈൻ സ്ട്രൈപ്സ് വിത്ത് ബോർഡേഴ്സോട് കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ എല്ലാം തന്നെ BHH 122 എന്ന കോഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്. ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗണിഷ് പിങ്ക്, സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് മെഹന്തി ഗോൾഡൻ കളർ, ആൻഡ് തേർഡ് വൺ വന്നിരിക്കുന്നത് മോവ് പിങ്ക് കളർ. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം www.aham.store.